അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ഏവർക്കും ഒരിക്കൽ കൂടി HP നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ഹാരിസ് അഷ്അരി മുട്ടാഞ്ചേരി. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത്ഫിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. അത്ഫ് രണ്ട് തരത്തിലുണ്ടെന്നും അത്ഫുൻ നസക്ക്, അത്ഫുൽ ബയാൻ. അതിൽ അത്ഫുൻ നസക്കിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പൂർണ്ണമായി നാം വിശദീകരിച്ചു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ ഇനമായ അത്ഫുൽ ബയാനെ കുറിച്ചാണ്. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള നെറ്റ്, സെറ്റ്, കേട്ടറ്റ്, PSC തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അത്ഫ് ബയാൻ എന്ന് പറഞ്ഞാൽ ഹുവ താബിഉൻ മുവല്ലിഹുൻ ഔ മുഖസ്സിസുൻ ജാമിദുൻ ഗൈറു മുഅവ്വൽ എന്നാണ്. താബി ആണത്. താബി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. താബിആത്തുകൾ 4 എണ്ണമാണ്. തഅ്കീദ്, അതുപോലെ തന്നെ നഅത്ത്, ബദൽ, അത്ഫ്. ഇതെല്ലാം മുൻപുള്ളതിൻ്റെ ഇറാബിനോട് തുടരുന്നതാണ്. അങ്ങനെയുള്ള താബിആത്തിൽപ്പെട്ടതാണ് അത്ഫ് ബയാനും. മുവല്ലിഹാണ് ഔ മുഖസ്സിസാണ്, ഒന്നെങ്കിൽ വ്യക്തമാക്കുന്നത് അല്ലെ തഖ്സീസ് ലഭിക്കുന്ന ജാമിദായ ഗൈറു മുഅവ്വലായതിനാണ് അത്ഫ് ബയാൻ എന്ന് പറയുക. അഅജബത്നി ഖിസ്സത്തു അബുൽ ഹസൻ അലി. അബുൽ ഹസൻ അലിയുടെ കഥ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇവിടെ അബുൽ ഹസൻ എന്ന് പറഞ്ഞിട്ട് അതായത് അലി എന്ന് പറയുന്നത് ഇവിടെ അത്ഫ് ബയാനാണ്. ഏകദേശം ബദൽ പോലെ തന്നെയാണ് അത്ഫ് ബയാനും വരിക. പിന്നെ എന്താണ് ബദലും അത്ഫ് ബയാനും തമ്മിലുള്ള വ്യത്യാസമെന്നും രണ്ടും പറയാൻ പറ്റുമോ എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. അത്ഫ് ബയാന് ഹുവ ഷബീഹും ബിൽ ബദലിൽ മുത്താബിക്ക്. മുത്താബിക്ക് ബദലിനോട് ഷബീഹായിട്ടുള്ള തുല്യമായത് തന്നെയാണ്. അതായത് നമ്മൾ ബദൽ 3 തരത്തിൽ പഠിച്ചിട്ടുണ്ട്. കുല്ല് ബദൽ, ബഅദ് ബദൽ, ഇസ്തിമാൽ ബദലൊക്കെ പഠിച്ചിട്ടുണ്ട്. കുല്ല് ബദലിൻ്റെ മറ്റൊരു പേരാണല്ലോ മുത്താബിക്ക് ബദൽ. ആ മുത്താബിക്ക് ബദലിനോട് തുല്യമായത് അതുപോലെ തന്നെ വരുന്നതാണ് ഈ അത്ഫ് ബയാൻ എന്ന് പറഞ്ഞാൽ. അത്ഫ് ബയാൻ എന്ന് പറയുന്നതിന് ബദൽ എന്നും ഇറാബ് പറയാൻ പറ്റും, തിരിച്ചും പറയാൻ പറ്റും. പക്ഷെ എന്താണ് നമ്മുടെ പ്രയോഗത്തിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെ പറയാൻ പറ്റുകയും ഇല്ല എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം, ഫൈദ കുൽത്ത അക്ബൽ അഹൂക്ക മുഹമ്മദ്. നിന്റെ സഹോദരൻ മുഹമ്മദ് വന്നു എന്ന് നീ പറഞ്ഞു. അവിടെ അഹൂക്ക എന്നതിൽ നിന്ന് ബദലാണ് മുഹമ്മദ്. ഇനി അത്ഫ് ബയാനും അതാക്കാം. പക്ഷെ എപ്പോഴാണ്? വക്കാന ഇഹ്തിമാമുക ബിസ്സാനി. രണ്ടാമത്തെ മുഹമ്മദ് വന്നു എന്നതിനാണ് നീ പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നവൻ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാമത്തെ മുഹമ്മദിനാണെങ്കിൽ ഒഴിരിബ ബദലൻ, അത് ബദലായിട്ട് ഇറാബ് ചെയ്യാൻ നല്ലത്. വ ഇൻ കാന ഇഹ്തിമാമുക ബിൽ ഇഖ്വ, അല്ല സഹോദരനാണ് എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മുഹമ്മദിനെ അറിയാം, പക്ഷെ സഹോദരനാണ് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാൻ അതിന് പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉരിബസാനി അത്ഫ് ബയാൻ, രണ്ടാമത്തത് അത്ഫ് ബയാനായിട്ടും പറയുകയാണ് നല്ലത്. അപ്പോൾ മുഹമ്മദ് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ അവിടെ ബദലായിട്ടും, ഇഹുവത്ത് എന്ന് സഹോദരനാണ് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ അത്ഫ് ബയാനായിട്ടും ഇറാബ് കൊടുക്കലാണ് നല്ലത്. എന്നാലും മുഹമ്മദിൻ്റെ ഇറാബ് വേണമെങ്കിൽ നമുക്ക് അത്ഫ് ബയാൻ എന്നും പറയാം, ബദലി എന്നും പറയാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മുതാബിക്ക് ബദലിനോട് യോജിച്ചത് തന്നെയാണ്, അല്ലെ തുല്യമായത് തന്നെയാണ് അത്ഫ് ബയാൻ എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയും നഹ്വിൻ്റെ പുസ്തകങ്ങളിലൊക്കെ, കുല്ലു മാ ജാസ അൻ യകൂന അത്ഫ ബയാനിൻ ജാസ അൻ യകൂന ബദലൻ. അത്ഫ് ബയാനായിട്ട് ഇറാബ് പറയാൻ പറ്റിയതിനൊക്കെ ബദലി എന്നും നമുക്ക് ഇറാബ് പറയാൻ പറ്റും. ഇല്ലാ ഫി മസ്അലത്തൈനി, 2 മസ്അലയിൽ ഒഴികെ. 2 സ്ഥലങ്ങളിൽ അങ്ങനെ പറയാൻ പറ്റൂല. ബാക്കി എവിടെയും അത്ഫ് ബയാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ബദലി എന്ന ഇറാബ് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഉദാഹരണത്തിൽ തന്നെ അഅജബത്നി ഖിസ്സത്തു അബുൽ ഹസൻ അലി, ഇതാണല്ലോ ആദ്യം നമ്മൾ കൊടുത്ത ഉദാഹരണം. ഇവിടെ അലി എന്നത് ബദലാക്കിയിട്ടും നമുക്ക് ഇറാബ് പറയാം, അത്ഫ് ബയാനാക്കിയിട്ടും പറയാൻ പറ്റും. 2 സ്ഥലങ്ങളിൽ അത്ഫ് ബയാനായിട്ടേ പറയാൻ പറ്റൂ, അവിടെ ബദലാക്കാൻ പറ്റില്ല. ബാക്കി ഏത് സ്ഥലത്തും അത്ഫ് ബയാനായിട്ട് ഇറാബ് പറയുന്നതൊക്കെ ബദൽ എന്നും പറയാം. ആ 2 സ്ഥലങ്ങളിൽ ഒന്നാമത്തത് അൻ യകൂന താബിഉ മുഫ്രദൻ മഅരിഫത്തൻ മുഅറബൻ വൽ മത്ബൂഉ മുനാദ.
താബി ആയിട്ട് വരുന്നത്, അതായത് അത്ഫ് ബയാനായിട്ട് വരുന്നത് മുഫ്രദ് മാരിഫയായ മുഅറബായ പദമായിരിക്കുക. ഇഅറാബ് ചെയ്ത മാരിഫയായ മുഫ്രദായ പദമാവുക. വൽ മത്ബൂഉ മുനാദ, മത്ബൂ ആയിട്ട് വരുന്നത് മുനാദയുമാവുക. ഉദാഹരണം, യാ അബാ അബ്ദില്ലാഹി മഹ്മൂദൻ. അബാ അബ്ദില്ലാഹി മഹ്മൂദ് എന്ന് പറയുന്ന മഹ്മൂദാണ് ഇവിടെ താബിർ. അത് മുഫ്രദ് മാരിഫയായ മുഅറബായ മഹ്മൂദൻ എന്ന് നസ്ബ് കിട്ടിയ പദമാണ്. മത്ബൂ ആണെങ്കിൽ മുനാദയാണ്, അബാ, അതാണ് അതിൻ്റെ മത്ബൂ. അപ്പോൾ അത്ഫ് ബയാനായിട്ട് വന്നത് മഹ്മൂദാണ്, അബാ എന്നതാണ് അതിൻ്റെ മത്ബൂ, അതിൽ നിന്നാണ് അത്ഫ് ചെയ്തത്. ഹാദ അത്ഫ് ബയാനിൽ മുനാദ വലാ യജൂസു അൻ യുറബ ബദലൻ. ഇത് മഹ്മൂദ് എന്നത് അത്ഫ് ബയാൻ എന്നേ പറയാൻ പറ്റൂ, ബദൽ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ. എന്തുകൊണ്ട്? ലി അന്നൽ ബദല അല നിയ്യത്തി തക്രാറിൽ ആമിൽ. ബദൽ എന്ന് പറയുമ്പം ആമിൽ ആവർത്തിച്ചു വരുന്നത് പോലെയാണ്. എന്നാൽ അത്ഫ് ബയാനിൽ ഈ ആമിൽ ആവർത്തിച്ചു വരിക എന്ന പ്രശ്നമില്ല. ബദൽ എപ്പോഴും ആമിലിനെ വീണ്ടും ആവർത്തിക്കുന്നത് പോലെയാണ് പറയുക. അപ്പോൾ ആമിൽ ഇവിടെ ആമിൽ യാ എന്ന പദമാണ് ഇഅ്റാബ് ചെയ്ത ആമിൽ. വലി അന്ന മഹ്മൂദൻ ലൗ കാന മുനാദ ല വജബ ബിനാഉഹു അലൽ ദം. അപ്പോൾ യാ എന്നത് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ യാ മഹ്മൂദു എന്നാണ് പറയേണ്ടത്, മഹ്മൂദൻ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മുനാദ മുഫ്രദായ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ലമ്മിൻ്റെ മേൽ മബ്നിയാവൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ മഹ്മൂദു എന്ന് പറഞ്ഞാലേ ഇത് ബദലാക്കാൻ പറ്റൂ. അപ്പോൾ മഹ്മൂദു എന്ന് പറയാത്തത് കൊണ്ട് ഇതൊരിക്കലും ബദലാക്കാൻ പറ്റില്ല, അത്ഫ് ബയാനാക്കാനേ പറ്റുകയുള്ളൂ. ഇതാണ് അത്ഫ് ബയാനാക്കൽ നിർബന്ധമുള്ള, ബദലാക്കാൻ പറ്റാത്ത ഒന്നാമത്തെ സ്ഥലം. രണ്ടാമത്തെ അത്ഫ് ബയാൻ മാത്രമാക്കി ബദലാക്കാൻ പറ്റാത്ത രണ്ടാമത്തെ സ്ഥലം അൻ യകൂന താബിഉ ഖാലിയൻ മിൻ അൽ വൽ മത്ബൂഉ ബി അൽ വഖദ് ഉളീഫ ഇലൈഹി സിഫത്തുൻ ബി അൽ. താബി ആയിട്ട് വരുന്ന, അതായത് അത്ഫ് ബയാനായിട്ട് വരുന്നത് അലിഫ്ലാം ഇല്ലാത്ത പദമാണ്. അതിൻ്റെ മത്ബൂ ആയ ഏതിൽ നിന്നാണോ അത്ഫ് ചെയ്യുന്നത് അതിൽ അലിഫ്ലാം ഉണ്ട്. മാത്രമല്ല അലിഫ്ലാമുള്ള ഒരു സിഫത്ത് അതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഇസ്മു ഫായില, ഇസ്മു മഫൂല പോലെയുള്ള സിഫത്തുകൾ അലിഫ്ലാമുള്ളത് അതിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെയും താബി ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിനെ അത്ഫ് ബയാൻ എന്ന് മാത്രമേ ഇഅ്റാബ് പറയാൻ പറ്റൂ, ബദൽ എന്ന് പറ്റില്ല. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അനല്ലാരിബുർ റജുലി സെയ്ദിൻ. ഇവിടെ സെയ്ദിൻ എന്നതാണ് അത്ഫ് ബയാൻ, റജുലി എന്നതിൽ നിന്നാണ് അത്ഫ് ബയാൻ. അപ്പോൾ ഇവിടെ അനല്ലാരിബുർ റജുലി സെയ്ദിൻ എന്ന സെയ്ദിനെ ബദലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സെയ്ദ് എന്ന താബിയിൽ അലിഫ്ലാം ഇല്ല. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അതാണ്. മത്ബൂ ആയ റജുലിൽ അലിഫ്ലാം ഉണ്ട്. അത് അല്ലാരിബ് എന്നൊരു സിഫത്തിലേക്ക് ഇലാഫത്ത് ചെയ്താണ് റജുല് വന്നത്. അല്ലാരിബിലും അലിഫ്ലാം ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനല്ലാരിബുർ റജുലി, ആ റജുലി എന്നത് മുലാഫുൻ ഇലൈഹി ആണല്ലോ, ലാരിബാണ്, അതിൽ അമൽ ചെയ്ത മുലാഫ് ലാരിബാണ്. അപ്പോൾ ലാരിബുർ റജുലി എന്ന് പറയുമ്പം ബദലാക്കിയിട്ട് സെയ്ദിന് നമ്മൾ പറയുകയാണെങ്കിൽ ആമിലിനെ ആവർത്തിക്കുന്ന രൂപത്തിലായിരിക്കൂ, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാരിബു സെയ്ദിൻ എന്നും ആവർത്തിക്കേണ്ടി വരും. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അലിഫ്ലാമുള്ള ഒരു സിഫത്ത് മുലാഫായിട്ട് വരണമെങ്കിൽ അതിൻ്റെ മുലാഫുൻ ഇലൈഹിലോ അല്ലെങ്കിൽ മുലാഫുൻ ഇലൈഹിയുടെ മുലാഫുൻ ഇലൈഹിലോ അലിഫ്ലാം ഉണ്ടാവൽ നിർബന്ധമാണ്. അർറജുലി എന്ന് അലിഫ്ലാമോട് കൂടി വന്നതുകൊണ്ടാണ് അല്ലാരിബ് എന്ന് അലിഫ്ലാം കൊടുത്തുകൊണ്ട് മുലാഫ് അത് പറയാൻ പറ്റിയത്. അപ്പോൾ അല്ലാരിബു സെയ്ദിൻ എന്ന് പറയുമ്പോൾ സെയ്ദിൽ അലിഫ്ലാം വരാത്തത് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ ബദലാക്കുമ്പം ഈ ആവർത്തനം, ഈ ആമിൽ ആവർത്തനം വരുന്നത് കൊണ്ട് ഇവിടെ ശരിയാവില്ല. അതാണ് സെയ്ദുൻ അത്ഫ് ബയാനാണ്. വലാ യജൂസു കൗനുഹു ബദലൻ, അത് ബദലാക്കാൻ പറ്റില്ല മിനർ റജുലി. എന്തുകൊണ്ട്? അന്നൽ ബദല അല നിയ്യത്തി തക്രാറിൽ ആമിൽ. നേരത്തെ പറഞ്ഞതുപോലെ ബദൽ എന്ന് പറയുന്നത് ആമിലിനെ ആവർത്തിക്കുന്നതാണ്. ഫയൽസമു, അപ്പോൾ നിർബന്ധമാണ് അൻ യകൂന തഖ്ദീറു അനല്ലാരിബു സെയ്ദിൻ എന്ന് പറയേണ്ടി വരും. ആമിലായ ലാരിബിനെ ആവർത്തിക്കുമ്പോൾ അനല്ലാരിബു സെയ്ദിൻ എന്ന് പറഞ്ഞാലും ശരിയാവണം. പക്ഷെ അതിവിടെ പറ്റില്ല. കാരണം അന്ന സ്വിഫത്ത, ലാരിബ് എന്ന് പറയുന്ന പദം ഉണ്ടല്ലോ, ഇതാ കാനതി ബി അൽ, അലിഫ്ലാം കൊടുത്തുകൊണ്ട് ലാ തുലാഫു, അതിനെ ഇലാഫത്ത് ചെയ്യപ്പെടൂല. ഇല്ല ഇലാ മാഫിഹി അൽ, ഒന്നെങ്കിൽ അലിഫ്ലാം ഉള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മുലാഫുൻ ഇലൈഹിൽ അലിഫ്ലാം വേണം.
ഔ മാ ഉലീഫ ഇല മാഫീഹി അൽ, അല്ലെങ്കിൽ അലിഫ്ലാം ഉള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തതിലേക്ക് ഇലാഫത്ത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മുലാഫുൻ ഇലൈഹിയുടെ മുലാഫുൻ ഇലൈഹിൽ അലിഫ്ലാം വേണം. അപ്പോൾ ഒന്നെങ്കിൽ അർറജുലിൽ അലിഫ്ലാം ഉണ്ട്, ഇനി അർറജുലിൽ ഇല്ല എങ്കിൽ അതിനൊരു മുലാഫിലേഹി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെങ്കിലും അലിഫ്ലാം ഉണ്ടെങ്കിലേ അല്ലാരിബ് എന്ന് സിഫത്തിൽ അലിഫ്ലാം കൊടുത്തുകൊണ്ട് അത് മുലാഫായിട്ട് പറയാൻ പറ്റും എന്നാണ് ഇലാഫത്തിൻ്റെ നിയമം. അത് സെയ്ദിലേക്ക് വരുന്ന സമയത്ത് അനല്ലാരിബു സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിൽ അലിഫ്ലാം ഇല്ലാത്തത് കൊണ്ട് അത് ഗ്രാമർ അനുസരിച്ച് തെറ്റാണ്. അപ്പോൾ ബദലാക്കി പറയുമ്പം ആ തെറ്റ് പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ഇവിടെയും അത്ഫ് ബയാനായിട്ടേ പറയാൻ പറ്റൂ, ബദലാക്കാൻ പറ്റില്ല എന്നതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം അത്ഫ് ബയാനെ കുറിച്ചാണ്. അത്ഫ് നസഖ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത്ഫ് ബയാനുമായിട്ട് ബന്ധപ്പെട്ട വിശാലമായ ഒരു ഏരിയ അല്ല, എന്നാലും പ്രധാനപ്പെട്ട അതിലെ ചില പോയിന്റ്സുകൾ സൂചിപ്പിച്ചതാണ്. ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. വഅഖ്തതിമു കലാമി ബിഹാദ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.